നായക നടനായി വന്ന് സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനുമെല്ലാമായി മാറി മലയാള സിനിമയുടെ പുതിയൊരു പ്രതീക്ഷയായി മാറിയ പ്രതിഭയാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാള സിനിമയെ ഇനിയുമുള്ള കാലത്ത് മുന്നിൽ നിന്ന് നയിക്കുവാൻ പോകുന്നവരിൽ ഒരാൾ പൃഥ്വിരാജ് ആണെന്ന കാര്യം സിനിമാ പ്രേമികൾ നിരന്തരം പറയാറുണ്ട്. നടൻ എന്നതിലുപരി പൃഥ്വിരാജിലെ സംവിധായകനാണ് ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. ഒരു തരത്തിലും പുതുമുഖ സംവിധായകന്റെ സൃഷ്ടിയാണെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ വളരെ മനോഹരമായി ലൂസിഫർ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു. മലയാളത്തിലെ പല റെക്കോർഡുകളും റിലീസിനു ശേഷം ലൂസിഫർ തിരുത്തി എഴുതി. മോഹൻലാൽ നായകനായ സിനിമയുടെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ്. അതിന്റെ തിരക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ. അതേസമയം ലൂസിഫർ ചെയ്യുന്ന സമയത്തുണ്ടായ ചില സംഭവങ്ങൾ മുമ്പൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയതാണ് വൈറലാകുന്നത്. നായകനായ മോഹൻലാലിനെ കൊണ്ട് ചിലപ്പോഴൊക്കെ 17 ടേക്കുകൾ വരെ താൻ എടുപ്പിച്ചിട്ടുണ്ടെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അതിലൊന്നും ഒരിക്കൽ പോലും മോഹൻലാൽ നീരസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മറ്റുള്ളവരോട് പോലും സഹകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പൃഥ്വിരാജ് പറയുന്നു. ഞാൻ ചില സമയത്ത് ലാലേട്ടനെ കൊണ്ട് 16ഉം 17ഉം ടേക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേ ലാലേട്ടൻ്റെ കുറ്റം കൊണ്ടല്ല കേട്ടോ, മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ്. അപ്പോഴൊക്കെ എൻ്റെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ എൻ്റെ അടുത്ത് വന്ന് പറയും 17ാമത്തെ ടേക്കായി എന്നൊക്കെ. ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ്. എൻ്റെ നിർമ്മാതാവിനോട് പോലും അദ്ദേഹം പറയും, ആൻ്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. 43 വർഷത്തിലേറെയായി ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ് മോഹൻലാൽ. ഇനി അദ്ദേഹത്തിന് ഒന്നും അഭിനയിച്ച് തെളിയിക്കാനില്ലെന്നും ഒരു പ്രതിഭ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നുമാണ് ആരാധകർ പറയാറുള്ളത്. 17 ടേക്കുകൾ എന്നല്ല, പെർഫെക്ഷന് വേണ്ടി എത്രത്തോളം സഹകരിക്കാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നത് സിനിമാ മേഖലയിലുള്ളവർക്കും പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമാ സെറ്റിൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചുള്ള സിനിമാ സംവിധാനം സംവിധായകർക്കും തലവേദനയില്ലാത്ത ജോലിയാണ്. ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡിയിലും കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നും മോഹൻലാലായിരുന്നു. അതേസമയം എമ്പുരാൻ്റെ റിലീസിന് വേണ്ടിയാണ് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത്. ഖുറേഷി അബ്രഹാം ലൂസിഫറിന്റെ അവസാനത്തെ ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു. എമ്പുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല 2ാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ടുണ്ട്. ഖുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാൻ്റേതെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലടക്കം എമ്പുരാൻ സിനിമ ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്.